ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവെ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യം വരെയും വേല ചെയ്തിരുന്ന വ്യക്തിത്വം വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. ഇന്നത്തെ സമൃദ്ധമായ ജീവിത സൗകര്യങ്ങളോ യാത്രാമാർഗങ്ങളോ മണിമേടകളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് കേരള മണ്ണിൽ സുവിശേഷ കാഹളം മുഴക്കി സുവിശേഷ പോർക്കളത്തിൽ പോരാടിയ അത്ഭുത മനുഷ്യൻ ഫിലിപ്പോസ് ഉപദേശി. 6 അടി ഉയരവും അതിനൊത്ത വണ്ണവും കറുത്ത മേനയും വെള്ളവസ്ത്രധാരിയും സന്തത സഹചാരിയായ വേദപുസ്തകം കാക്കുന്ന സഞ്ചിയും 2-ാം മുണ്ടും 2-ാം ക്ലാസ് യോഗ്യതയും എപ്പോഴും നിറപുഞ്ചിരിയോടെയുള്ള മുഖവും കൂടിയാകുമ്പോൾ ഫിലിപ്പോസ് ഉപദേശിയുടെ രൂപം തെളിയുകയായി. 24 സെന്റിൽ ഒരു കൊച്ചു വീട്ടിൽ കുടുംബമായി സന്തോഷത്തോടെ പാർത്തിരുന്നു. രാപ്പകൽ ഭേദമന്യേ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനിടയായി. വീടും വീട്ടുകാര്യങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് യാത്ര ചെയ്തു. പട്ടിണിയും ഞെരുക്കവും ഭാരവും കഷ്ടതകളും താങ്ങുവാൻ കഴിയുന്നതിലധികമാണെങ്കിലും ആത്മിക ദൃഷ്ടിയുള്ള തൻ്റെ ഭാര്യ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ പാർത്തു. ഉപദേശിയുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും എപ്പോഴും പ്രിയപ്പെട്ടവൻ്റെ വരവും കാത്തിരിക്കുമായിരുന്നു. മടങ്ങി വരുന്ന തൻ്റെ ഭർത്താവിനെ എന്നും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ആ പ്രിയപ്പെട്ടവൾ ഒരിക്കൽ മ്ലാനമായ മുഖത്തോടും ചുവന്ന കലങ്ങിയ കണ്ണുകളോടും കൂടെ തൻ്റെ ഭർത്താവിൻ്റെ അരികിലെത്തി പൊട്ടിക്കരഞ്ഞു. അവരുടെ ഉപജീവന മാർഗമായിരുന്നു കൃഷി. സ്വന്തം പുരയിടത്തിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പുരയിടത്തിലും കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന കാലം. ഒരിക്കൽ പതിവ് പോലെ തൻ്റെ മകൾ കൃഷിസ്ഥലത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു അയൽവാസി തങ്ങളുടെ കൃഷിഫലങ്ങൾ അപഹരിക്കുന്നതാണ് കണ്ണിൽപ്പെട്ടത്. അത് കണ്ടതും അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സാധുക്കളായി ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകരുതേ എന്ന് യാചിച്ചു. എന്നാൽ അയാൾ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. അത്താഴത്തിന് അരി വാങ്ങാനെങ്കിലും കുറച്ചെങ്കിലും തരണമേ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അയാൾ എടുത്തതിൽ പകുതി കൊടുത്തിട്ട് കടന്നുപോയി. ആ മകൾ വീട്ടിലെത്തി കരഞ്ഞു. മാതാപിതാക്കൾ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസം പകുതി കൊടുക്കേണ്ടി വന്ന ദേഷ്യത്തിൽ അതേ അയൽവാസി ആ കൃഷിസ്ഥലത്തിലെ കൃഷിഫലങ്ങളെല്ലാം തന്നെ അപഹരിച്ചു കൊണ്ടുപോയി. ഉപദേശി തൻ്റെ പുരയിടത്തിൽ ചെന്നു. തൻ്റെ അധ്വാനത്താൽ ഉളവായ കൃഷിഫലങ്ങൾ അപഹരിക്കപ്പെട്ട കാഴ്ച കണ്ട് വേദനപ്പെട്ട് കണ്ണു നിറഞ്ഞു. ആരോടും പരിഭവമില്ലാതെ വെള്ള വസ്ത്രത്തോടു കൂടി തന്നെ ആ വയലിൽ മുട്ടുകുത്തി തൻ്റെ വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവിക ശക്തി തന്നിലേക്ക് വ്യാപിച്ചു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്തു. മനസ്സ് തകർന്നിരുന്ന ഭാര്യയോട് ആശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ അനുഗ്രഹീതമായ ഒരു ഗാനത്തിന് പിറവിയിട്ടു. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. 1943 ഒരു വലിയ വെള്ളപ്പൊക്കം. ശമിക്കാതെ പെയ്ത മഴയിൽ നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. കുമ്പഴിയാറിന്റെ അക്കരെ സുവിശേഷ യോഗത്തിന് കടന്നു പോകേണ്ട ഫിലിപ്പോസ് ഉപദേശി കരയിൽ വള്ളം കാത്തു നിന്നവരുടെ കൂട്ടത്തിൽ കൂടി. ചെറുപ്പക്കാരനായ ഒരു തോണിക്കാരൻ വള്ളം കരയ്ക്കടുപ്പിച്ചു. ശക്തമായ മഴയും ഭയങ്കരമായ ചുഴിയും. ആളുകളെല്ലാം കയറി വള്ളം നിറഞ്ഞു. ചെറുപ്പക്കാരനായ ആ കടത്തുകാരനോട് ഉപദേശി ഇപ്രകാരം ചോദിച്ചു: മകനെ, നീ മാത്രം മതിയോ തുഴയാൻ? ആ ചോദ്യത്തിൽ അയാളുടെ മുഖം മാറി. പരിഹാസത്തോടെ താൻ അവിടെ ഇരുന്നാൽ മതി, പിന്നെ ഉപദേശിക്കാമെന്നായി കടത്തുകാരൻ. വള്ളം കരവിട്ടു. നദിയുടെ നടുക്കെത്തിയപ്പോഴേക്കും വള്ളത്തിന്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ചുഴിയിലേക്ക് അടുക്കും തോറും കൂട്ട നിലവിളി ഉയർന്നു. പരിഹസിച്ച കടത്തുകാരൻ പരിഭ്രമിച്ചിരിപ്പായി. രക്ഷപ്പെടാമെന്ന ആശ ആർക്കുമില്ലാതെയായി. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിലും ശാന്തനായി ഉപദേശിയിരുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ ഒരു വേദശകലം നൽകി. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നദി നിന്റെ മീതെ കവിയുവാൻ ഞാൻ സമ്മതിക്കയില്ല. മരണഭീതിയോടെ ഇരുന്നവർ മരണഭയമില്ലാത്ത ആ മുഖം കണ്ട് ആശ്ചര്യപ്പെട്ടു. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വാഗ്ദത്തത്തിൽ ഉറപ്പുള്ള ഉപദേശി ആ നദിയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പാടി: ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. മരണത്തെയും ഭയപ്പെടാതെ പാട്ടുപാടുന്ന ആ അത്ഭുത മനുഷ്യനെ യാത്രക്കാർ നോക്കി നിൽക്കുമ്പോൾ അക്കരെ നാടിനെ അടുത്ത് കണ്ട സന്തോഷത്തിൽ എത്രയും വേഗം എൻ്റെ കർത്താവിനെ ഇനിയും കാണാമെന്ന പ്രത്യാശയോടുകൂടി താൻ വീണ്ടും ഇങ്ങനെ പാടി: ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. നദിക്കരയിൽ കൂടി നിന്ന ആളുകൾ വടമെറിഞ്ഞു കൊടുത്തുകൊണ്ട് വള്ളം കരയ്ക്കടുപ്പിച്ചു. അങ്ങനെ ഫിലിപ്പോസ് ഉപദേശിയെയും സഹയാത്രികരെയും കർത്താവ് ആ യാത്രയിൽ സൂക്ഷിച്ചു. കരയ്ക്കിറങ്ങി യോഗാനന്തരം നന്ദി നിറഞ്ഞ ഹൃദയവുമായി വീട്ടിലെത്തി അദ്ദേഹം ജീവനുള്ള നാളുകളെല്ലാം ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കുമെന്ന് ഉരുവിട്ടുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ആദ്യ വരികളും ഇങ്ങനെ കൂട്ടിച്ചേർത്തു: വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പരേതനായ മാമൻ ഉപദേശിയിലൂടെ
ദേശത്തെങ്ങും സുവിശേഷ ദൂത് മുഴങ്ങിക്കേൾക്കുന്ന കാലം. വചനം കേൾക്കാൻ ആർത്തിയോടെ എവിടെയും ഓടിയെത്തുന്ന ഫിലിപ്പോസ് ഉപദേശി അന്നും പ്രസംഗപീഠത്തിനടുത്ത് തന്നെ സ്ഥാനമുറപ്പിച്ചു. പ്രസംഗ മധ്യേ കിട്ടിയ അവസരത്തിൽ ചിലർ തങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു. തന്നെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കറുത്ത നിറമുള്ള ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പാതി ഹാസ്യസ്വരത്തിൽ മാമൻ ഉപദേശി ഇങ്ങനെ ചോദിച്ചു: എത്യോപ്യക്കാരനെ പോലെ കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു. നിനക്ക് സാക്ഷ്യം വല്ലതും പറയാനുണ്ടോ? എത്യോപ്യക്കാരന്റെ കറുപ്പും പുള്ളിപ്പുലിയുടെ പുള്ളിയും മാറ്റാനാകുമോ എന്ന് കൂട്ടിച്ചേർത്തു. മാമൻ ഉപദേശി ഇങ്ങനെ പറഞ്ഞത് ഫിലിപ്പോസ് ഉപദേശിയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. അദ്ദേഹം മൗനമായി ചിന്തിച്ചു. വചനത്തിന്റെ ചില ഭാഗങ്ങൾ തന്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനെ പോലെയാകും. എന്റെ നിറം മാറും. ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പാടി: നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. മാമൻ ഉപദേശി തന്നെ ആലിംഗനം ചെയ്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ നിറം കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിന്റെ നിറം മാറും. ശോഭയുള്ള പട്ടണത്തിൽ, ശ്രേഷ്ഠമേറിയ വീട്ടിൽ നാം എത്തും. ഈ വാക്കുകൾ ഗാനത്തിന്റെ ശേഷിച്ച വരികളായി ഫിലിപ്പോസ് ഉപദേശി കൂട്ടിച്ചേർത്തു. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. കർത്താവിന്റെ മടങ്ങി വരവിനെയും നീതിയുള്ള ഭരണത്തെയും പ്രത്യാശയോടെ കാത്തിരുന്ന അദ്ദേഹം കലാപം നിറഞ്ഞ അന്നത്തെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഗാനമാണ് ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും എന്നുള്ള ഗാനം. കർത്തൃസവിധയെ എത്തുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ശക്തമായിരുന്നു. നീതി സൂര്യന്റെ മുഖം കണ്ട ആനന്ദിപ്പാനും ജീവകിരീടവും ധരിച്ച് പ്രിയനോടുകൂടി തേജസ് അണിഞ്ഞ് വെളിപ്പെടുവാനുമായി 1985 സെപ്റ്റംബർ 25 85 വർഷത്തെ ജീവിതാനുഭവങ്ങൾക്കൊടുവിൽ ഫിലിപ്പോസ് ഉപദേശി ഈ ലോകത്തിൽ നിന്നും യാത്രയായി.